നമസ്കാരം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിതരെ സഹായിക്കാൻ ദുരിതാശ്വാസ ഫണ്ട് ശേഖരിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും കേന്ദ്രീകൃത സംവിധാനം ആവശ്യപ്പെട്ട് നൽകിയ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. നടനും അഭിഭാഷകനുമായ സി ഷുക്കൂർ സമർപ്പിച്ച ഹർജിയാണ് പിഴയോടുകൂടി നിരസിച്ചത്. ഹർജിക്കാരനോട് 25,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടയ്ക്കാനും കോടതി നിർദ്ദേശിച്ചു. നിശിതമായ വിമർശനമാണ് ഹർജിക്കാരനെതിരെ കോടതി നടത്തിയത്. ഹർജിയിൽ എന്ത് പൊതു താൽപര്യമാണ് ഉള്ളത് എന്നാരാഞ്ഞ ഹൈക്കോടതി സംഭാവന നൽകുന്ന ജനങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കുന്നത് എന്തിനാണ് എന്നും ഹർജിക്കാരനോട് ചോദിച്ചു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിതരെ സഹായിക്കാൻ ദുരിതാശ്വാസ ഫണ്ട് ശേഖരിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും കേന്ദ്രീകൃത സംവിധാനം ഏർപ്പെടുത്തണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. ഈ ഹർജി പൊതു താൽപര്യത്തിനല്ല എന്നും മറിച്ച് പ്രശസ്തിക്ക് വേണ്ടിയാണ് എന്നും ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, VM ശ്യാംകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വാക്കാൽ പറഞ്ഞു. ഫണ്ട് ദുരുപയോഗം ആരോപിക്കപ്പെടുന്നതിന് തെളിവുകളൊന്നും നൽകുന്നതിൽ ഹർജിക്കാരൻ പരാജയപ്പെട്ടുവെന്നും കോടതി നിരീക്ഷിച്ചു. വയനാട് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രശസ്തി ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. കോടതിയുടെ സമയം വെറുതെ പാഴാക്കുകയാണ് എന്നും കോടതി വാക്കാൽ വിമർശിച്ചു. വിവിധ സ്വകാര്യ വ്യക്തികളും സംഘടനകളും പലപ്പോഴും മതപരമോ രാഷ്ട്രീയമോ ആയ ബാനറുകൾക്ക് കീഴിൽ ശരിയായ ഉത്തരവാദിത്തമോ മാനേജ്മെന്റോ ഇല്ലാതെ കോടിക്കണക്കിന് രൂപ ശേഖരിച്ചുവെന്ന് ഹർജിയിൽ അവകാശപ്പെട്ടു. CMDRF വഴി സർക്കാർ ഇതിനകം ഫണ്ട് ശേഖരിക്കുന്നുണ്ടെങ്കിലും ഒന്നിലധികം അസോസിയേഷനുകളും സ്വകാര്യ സ്ഥാപനങ്ങളും ആഗോളതലത്തിൽ സമാന്തരമായി സംഭാവനകൾ അഭ്യർത്ഥിക്കുന്നുണ്ട് എന്ന് ഹർജിക്കാരൻ വാദിച്ചു. ഇരകളുടെ പ്രയോജനത്തിനായി വ്യക്തികൾ സ്വകാര്യ പിരിവുകൾ നടത്തുന്നത് തടയുന്ന എന്തെങ്കിലും നിയമമുണ്ടോ എന്ന് കോടതി ഹർജിക്കാരനോട് ആരാഞ്ഞു. നിങ്ങളുടെ സുഹൃത്ത് ആശുപത്രിയിലാണ് എന്ന് കരുതുക. നിങ്ങൾ ആൾക്കൂട്ടത്തിൽ നിന്നും പണം കണ്ടെത്തുന്നതിന് എന്തിനാണ് നിയന്ത്രണം? അതൊരു നിയമവിരുദ്ധ പ്രവർത്തനമല്ല എന്നും കോടതി വാക്കാൽ പറഞ്ഞു. ജനങ്ങൾ വിഡ്ഢികളാണെന്നാണോ കരുതുന്നത് എന്നും ഹൈക്കോടതി ചോദിച്ചു. ഭരണഘടനയുടെ 226 അനുച്ഛേദം ദുരുപയോഗം ചെയ്യുന്നത് അനുവദിക്കാനാകില്ല എന്ന് വ്യക്തമാക്കിയ കോടതി ഹർജിക്കാരനോട് 25,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടയ്ക്കാൻ നിർദ്ദേശിക്കുകയുമുണ്ടായി. ഇന്നു മുതൽ 2 ആഴ്ചയ്ക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ തുക അടച്ചില്ല എങ്കിൽ ഹർജിക്കാരനിൽ നിന്ന് അത് ഈടാക്കാൻ തയ്യാറാകണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. അതേസമയം ഹർജി ഫയൽ ചെയ്തത് മുതൽ വിഷയത്തിൽ സജീവമായ ചർച്ച നടന്നുവെന്നത് താൻ പോസിറ്റീവായ കാര്യമായി എടുക്കുന്നുവെന്നാണ് ഈ വിഷയത്തിൽ ഷുക്കൂർ നടത്തിയ പ്രതികരണം. അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ക്രൗഡ് ഫണ്ട് പിരിക്കുന്നതിൽ നിരീക്ഷണം വേണമെന്ന തന്റെ ആവശ്യം ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിൽ സമർപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദുരിതാശ്വാസ നിധിയിൽ പണം നൽകിയിട്ടുണ്ട്. ഹർജി സമർപ്പിച്ച നിലയിൽ വീണ്ടും പണം നൽകുവാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് നൽകുന്നതിൽ സന്തോഷമേയുള്ളൂ. പോരാട്ടം തുടരും. പിന്തുണ വേണം. കോടതിയോട് ആദരവുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി.